cute. Wait, let me get it on photo. Oh, smile. They're so cute actually. You have to enjoy this. ചുഴലിക്കാറ്റോ പെട്ടെന്ന്. ആ ബാനർ കീറിയല്ലേ ഞങ്ങൾ വന്നപ്പോ കണ്ട വലിയൊരു 80 കിലോമീറ്റർ സ്പീഡിങ്ങിലും കാറ്റെടുക്കുന്നുണ്ട്. ഹായ് ഐത്രീസ് ഫാമിലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ എവിടെയുള്ളേ? എവിടെയാ അറിയോ? നമ്മളിപ്പോ ഉള്ളത് താജ്മഹൽ കണ്ടോ? ഇമ്രാൻ പറഞ്ഞ കണ്ടോ? നമ്മളിപ്പോ ഉള്ളത് ആഗ്ര. ഓക്കെ, നമ്മളിപ്പോ ഉള്ളത് എവിടെയാ ഇംബ്രോ? ഓക്കെ, ആഗ്രയിലാണ്. ഇതാണ് ഞങ്ങൾ ഇന്നലെ താമസിച്ച റൂം. ഈ റൂം നിങ്ങൾക്ക് ഇല്ല, ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടോ? ഓക്കെ, അങ്ങനെ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ടിട്ട് നമുക്ക് താജ്മഹൽ ഓപ്പൺ അല്ല. അപ്പൊ അതിന് പകരം ഇവിടെയുള്ള ബാക്കിയുള്ള സൈറ്റ് സീയിങ് കാണാന്ന് കരുതി. അതായത് ഏതാണ്, റെഡ് ഫോർട്ട് ഉണ്ട്, അതുപോലെ ബേബി താജ് ഉണ്ട്, മെഹ്താബ് ബാഗ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം കാണാന്ന് കരുതി അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പൊ ദേ ഒരാളിവിടെ പ്രിപ്പറേഷൻ. ഹായ് തന്നെ, നാസ്റ്റൊക്കെ കഴിഞ്ഞോ? എന്തായിരുന്നു എന്താ കഴിച്ചേ? ന്യൂട്ടല്ല. ഇതാണ് കുറച്ച് ദിവസമായിട്ട് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്, ബ്രെഡ് ആൻഡ് ജാം, ബ്രെഡ് ആൻഡ് ന്യൂട്ടല്ല. അങ്ങനെ ദേ നല്ലൊരു റൂമായിരുന്നു. ഇങ്ങനെ എല്ലാം കഴിഞ്ഞു, എല്ലാം പാക്ഡ് ആക്കി. അപ്പൊ ഇനി ബാക്കിയുള്ള വീഡിയോസിൽ കാണാം. ഓക്കെ, ഇന്നലെ ഈ ഒരു ഹോട്ടലിലാണ് ഇന്നലെ സ്റ്റേ ചെയ്തത്. ഹോട്ടൽ ആനന്ദ് വില്ല. കുഴപ്പമില്ല, നല്ലൊരു ഹോട്ടലായിരുന്നു. ഇപ്പം ദേ ഇവിടെ നിന്ന് ഇറങ്ങി ഒന്ന് കാർ വാഷ് ചെയ്യണം. കാർ ആകെ പൊടി പിടിച്ച് ചെളി പിടിച്ച് ഭയങ്കര മോശമായി. ഫസ്റ്റ് ഒന്ന് കാർ വാഷ് ചെയ്യാം, അതിനുശേഷം നമുക്ക് തുടങ്ങാം. ഇപ്പോൾ ലഗേജെല്ലാം ഒന്ന് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഓരോ തവണ സ്റ്റേ ചെയ്യുമ്പോൾ ഇതാണ് പാട്, ലഗേജ് റീസെറ്റ് ചെയ്യുക. കഴിഞ്ഞല്ല, ഇവിടെ അടുത്ത് തന്നെ ഉണ്ടെന്ന് പറഞ്ഞു കാർ വാഷ്. പോവാ, ഇത് പൂട്ടിയില്ലല്ലോ ഇവിടെ. നല്ല പൊടിയല്ലേ, ചെളി. ഓ, ഇതാണ് നമ്മുടെ ആഗ്ര സിറ്റി. ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇന്നലെ വന്ന വഴിയായിരുന്നു വളരെ മോശം. കാർ വാഷിലേക്കാണ് പോകുന്നത്. ഒരു കിലോമീറ്റർ കൂടെ കാണിക്കുന്നുണ്ട് കാർ വാഷിന്റെ. നമ്മളിപ്പോ പ്ലാൻ മാറ്റി, കാർ വാഷ് നടന്നില്ല. നേരെ ഇപ്പൊ ആഗ്ര ഫോർട്ട് കാണാനാണ് പോകുന്നത്. കാരണം കാർ വാഷിന് വേണ്ടിട്ട് തപ്പി 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 ഇവിടെ ലൊക്കേഷൻ കാണിക്കുന്നിടത്ത് പോകുമ്പോ അവിടെ ഒന്നുമില്ല. ഈ പോയ വഴികളിൽ കൂടെ തന്നെ കുറേ തവണ പോയി. ലാസ്റ്റ് ആ പ്ലാൻ അതേ കാണുന്ന ഇതാണ് ഇതിന്റെ എൻട്രൻസ്. അതിന്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു ആഗ്ര താജ് ദർബാർ. അവിടെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കുവാ. ഇങ്ങനെ എൻട്രൻസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. വല്ലാത്തൊരു സംഭവം തന്നെ ഇത്. लेकिन कृपया उन्हें खाना ना कीजिए. ഇവിടെ കൈയടിക്കുമ്പോ എക്കോ കണ്ട, ഇമ്പ്രൂവ് അടിച്ച് എക്കോ തന്നെ ഉണ്ടോ? നമ്മളങ്ങനെ താജ്മഹൽ കാണാൻ പോവാണ്. വാ, वो सर वो स्टोरी अगर खुल जाएगी तो सर जो गवर्नमेंट की
सवालों का सफरनामा शुरू तुमसे खत्म तुम पे सफरनामा हो जिसे ढूंढा जमाने में मुझे में था हो मेरे सारे ഒരു വലിയൊരു വാതിൽ കാണാം, പക്ഷെ വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്, എന്താണെന്ന് അറിയത്തില്ല. അവിടെ നിന്ന് നോക്കാം നമുക്ക്. मस्जिद के अलावा और क्या है? खुला ही नहीं रहता है ना। पीछे बोर्ड ഈ കാണുന്നതാണ് അക്ബർ മഹൽ, ജഹാംഗീർ മഹൽ. ഇവിടെയാണ് ജഹാംഗീർ കുളിച്ച ടബ്. ഇത്രയും വലിയൊരു കരിങ്കല്ല് കൊണ്ടുണ്ടാക്കിയ ഒരു ടബാണിത്. ചെറിയ സ്റ്റെപ്പ് പോലെ ഉണ്ട്. ഇവിടെയാണ് ജഹാംഗീർ കുളിച്ചത്. അവ കാണുന്നത് അവിടെയാണ് അക്ബർ മഹൽ. അപ്പൊ ഇത് ജഹാംഗീർ മഹലായിരിക്കും. ഒരു അണ്ണാൻകുഞ്ഞ്. ആ ഇത് അടുത്തത് അവിടെ ഉണ്ട്. എവിടെ? ഇവിടുന്ന് പറന്നു പോയണ്ടോ അവിടെ വരെ? എന്തോ കാര്യമായിട്ട് കഴിക്കുന്നുണ്ട്. അതിന്റെ അപ്പുറത്തടുത്ത ആള്. അങ്ങനെ നമ്മളിപ്പോ ഇദിമാദ് ദൗള അല്ലെങ്കിൽ ബേബി താജിൽ വന്നിരിക്കുകയാണ്. ബേബി താജ് എന്നുള്ള പേര് വരാൻ കാരണം താജ്മഹലിന്റെ ചെറിയൊരു രീതി, അതായത് ഒരു ചെറിയ താജ്മഹലായിട്ടാണ് ഇത് പണിതേക്കുന്നത്. ഏകദേശം ഇതിന്റെ ഒരു രൂപകൽപ്പന എന്ന് വെച്ചാൽ താജ്മഹലോട് സാമ്യമുള്ളതാണ്. അതുകൊണ്ടിട്ട് ഇവിടെ വലിയ തിരക്കൊന്നുമില്ല. കണ്ടില്ലേ? ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഏകദേശം താജ്മഹലിന്റെ ആ ഒരു രൂപത്തിലാണ് ഇതും പണി കഴിപ്പിച്ചിരിക്കുന്നത്. വെള്ള നിറത്തിലായിട്ട്. ടിക്കറ്റ് എത്ര നമുക്ക് ടിക്കറ്റ് മേടിച്ച്? 25 രൂപയിൽ ഒരാൾക്ക്. കുട്ടികൾക്ക് ഫ്രീ ആണ്. ഫ്രണ്ടിൽ തന്നെ നല്ലൊരു ഗാർഡൻ എല്ലാം ഉണ്ട് ഇവിടെ. തിരക്ക് കുറവാ, അത്രയും തിരക്കില്ല. ആഗ്ര ഫോർട്ടിന്റെ അത്രയും തിരക്കില്ല ഇവിടെ. ഇതെന്താ സംഭവം? ഇത് അതിന്റെ ഉള്ളിലാ വില കൂടിയ ഇറാനിൽ നിന്നൊക്കെ കൊണ്ടുവന്ന ടൈലൊക്കെ. അപ്പൊ ആ ടൈലല്ല, മാർബിൾ ആയാലും ടൈലായാലും ഗ്രാനൈറ്റ് ആയാലും അത് സ്ക്രാച്ച് കേടുപാടൊന്നും പറ്റാണ്ടിരിക്കാനുള്ള
സേഫ്റ്റിക്ക് വേണ്ടിയാണ് നമ്മ ഇത് യൂസ് ചെയ്യുന്നത്. ഞാൻ ചെറുപ്പിട്ടിട്ടുള്ളൂ. ഇമ്രാന് എല്ലാവരും നമ്മളിത് ഷൂസിൽ ഇട്ടിട്ട് വേണം അതിനകത്ത് കയറാൻ വേണ്ടിയിട്ട്. ഇവിടെ തന്നെ നമുക്കത് കിട്ടും. ആ നമുക്ക് കയറാം. വെയിലിനൊരു കുറവുമില്ല അല്ലേ? നല്ല വെള്ള മാർബിളിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ഗോപുരം. ഗോപുരം അല്ലല്ലോ, എന്താ ഇതിനെ പറയാ? ആ താജ്മഹൽ പോലെ തന്നെ. ഇവിടെ രണ്ടുപേരുടെ ഖബറാണ് ഉള്ളത്. ആരൊക്കെ? നൂർജഹാൻ രാജ്ഞിൻ്റെ പിതാവിന് വേണ്ടിയിട്ട് നിർമ്മിച്ചതാണെന്ന് അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. ഈ മുന്നിൽ കാണുന്നതാണ് യമുന നദി. യമുന നദിയുടെ തീരത്തായിട്ടാണ് ഇതൊരു നിർമ്മിച്ചേക്കുന്നത്. ആ അങ്ങനെ തന്നെ. നല്ല രസമല്ലേ ഈ ഗാർഡൻ കാണാൻ. അവരെവിടെ പിള്ളേര്? ഇല്ല, രണ്ടുപേരും അവിടെ നിൽക്കുക. ഓടിവാ. പതിയെ പതിയെ നോക്കിയിറങ്ങ. കാലിൽ ഇത് ഇട്ടേക്കണോണ്ടിട്ട് നടക്കാൻ പറ്റുന്നില്ല. അവിടെ അടുത്ത ആള്. വാ ടൈറ്റ് ചെയ്തേനെ. വാ. ഈ ഒഴുകുന്നതാണ് യമുന നദി. പക്ഷെ അവിടെ എല്ലാം ഫുള്ള് വേസ്റ്റ് വന്ന് കിടക്കുക. You can search the tickets. How are you getting there? Oh, yeah, by car. Yeah, going by car. Oh, you're going by car. Yeah. From Kerala we came. It's a long drive. Yeah, 2506. Yeah, it's a very long. long drive. Oh my God. You guys are brave, you know. But you'll seen a lot of countryside. Yes, huh? yes. Yeah, really, definitely. Because we have only one life, we have to explore. Exactly. If I didn't start traveling until I was 50. If I would have known how wonderful it is, I would. But then I'd come to India. I love India. I love people like you, like that. You know, and it's really a special place, really. So So many That's- things there. yeah, so that's why I've come 21 times. My family thinks I'm crazy. My husband, Your husband, he's not coming with you? he's come three or four times. In that And your 21. kids? My children are coming. I'm a nanny. Hello. I have her. So that's why I love the Now you children. are enjoying your life. Now I'm enjoying my life. Yeah, This is yeah. the time. This is the time. Yeah. So I'm thinking you climb up there and take a picture of the children up in the There. up those steps. It looks like it may have steps. I think it is close. It's close. I mean, maybe because maybe it is the thing is not real high, Yeah. but it's beautiful. Yeah, very beautiful. What is your name? My name is Shamila. Shamala. And Shamala Yes, my name is Irfan. 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 Yeah. Oh, I know Irfan. So easy. This is Inaya. Inaya? Nice to Ade. meet you. Nice to meet you. Yeah. And it's Imran. Imran. I think you have a famous name, Imran. Huh? Yeah. Imran Khan. Irfan and Imran. Imran. Yeah, yeah. Say hi. Ade.
Oh my! Okay, I nice to was meet you. just joking. I know. I got bit by a mosquito last night, and it bothered my sinuses and my eyes. What do you do? Are you gonna go see the Taj Mahal? Yeah. Tomorrow. Yes. It's today Beautiful. closed now. It's closed on Friday. Yeah. Today only So- we have to. So You also come to Taj Mahal? I have to go back to Delhi tomorrow. Morning early. We came yesterday morning early, but I've seen the Taj Mahal many times. It's beautiful, and you'll love the water fountain and everything. And I got Taj Mahal's photo. Did you get a Taj Mahal photo? Yeah. I think they have really cute T-shirts too. Taj Mahal t-shirt. There now. Probably not. But you will enjoy, huh? Yeah. And you see the You beautiful also stuff. enjoy. Thank you so much. Yeah, that means so much to me. You Come to Kerala. have a wonderful trip. I heard about your journey, and it's going to be a wonderful journey. This is Ghazi. He's from Kashmir. He's so cute. He has cousins Oh, same age like that. He's the eldest grandson of the family. Yeah. It's fun. You're gonna have so much fun. Take lots of photos. Huh? Make her take lots of photos. You and mommy and papa and brother. We are giving best life for our kids. Best life for your kids. You always want that. Huh? Yeah. And you have the best mommy and daddy, huh? बस अभी स्टार्ट किया ഇനി നമ്മള് റൂം എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. മെഹ്താബാഗിൽ പോകണം എന്നുണ്ടായിരുന്നു, ടൈം കിട്ടിയില്ല. ഇനി റൂം എടുക്കണം, കാർ വാഷ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാൻ പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്കും കൂടെ വരാം. ചെറിയൊരു പാലമാണ്, അപ്പുറത്ത് വലിയ പാലം ഉണ്ട്. നമ്മളെന്തോ റൂട്ട് വന്നപ്പോഴത്തേക്കും ഈ ഒരു പാലമാണ് കാണിച്ചത്. ഇനിയിപ്പോ ഞങ്ങള് ആഗ്രയുടെ നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയേക്കുക. ഇപ്പോൾ ഉള്ളത് സദർ ബസാർ വലിയൊരു സ്ട്രീറ്റ് തന്നെയാണ്, ഒരുപാട് ഫുഡ് കോർട്ടും. നമുക്ക് ആദ്യം എന്താ ചെയ്യണ്ടേ, എക്സ്പ്ലോർ ചെയ്യണ്ടേ? ആഗ്ര ചാട്ട് നമുക്ക് ട്രൈ ചെയ്യാം. ആഗ്ര വന്നിട്ട് ആഗ്ര ചാട്ട് കഴിച്ചില്ലെങ്കിൽ എങ്ങനെയാ? എല്ലാ ടൈപ്പ് ഇതിലേക്ക് കയറാം നമുക്ക്. നല്ല റഷാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു കാറ്റ്. പ്രതീക്ഷിക്കാത്തൊരു കാറ്റും മഴയും. എല്ലാവരും ഇറങ്ങി ഓടി ഇവിടുന്ന്. മഴ ചാറി തുടങ്ങി, പക്ഷെ കാറ്റ് പൊടിക്കാറ്റ്.
അല്ലാ എന്താ മഴ. പപ്പ ഗാഡി ठाणे जाए വണ്ടി എടുത്തോണ്ട് വരും. भाई साहब आलू टिक्की पैक करें. आलू टिक्की पैकिंग. हाँ हाँ ആ കീറി വീണതെല്ലാം. അല്ല എന്ത് കാറ്റായിരുന്നു അത്. അതെ പെരുമഴ. അതെല്ലോടെ നനഞ്ഞു. എന്താ കറക്റ്റ് ടൈമാണ് നമ്മള് കാർ വാഷിന് പറഞ്ഞത്. എന്തായാലും ചെയ്യേണ്ടി ഒന്നുമില്ല. ഇവിടെ ഫുള്ള് ആലിപ്പഴം വീണോണ്ടിരിക്കാതെ. ഇതിപ്പോ പൊട്ടോ ചില്ല്. ഇന്ന് देखिए സ്റ്റോണ് ആലിപ്പഴം. മരമൊക്കെ വീണിട്ടുണ്ടല്ലോ. ഒന്നും കാണാൻ പറ്റുന്നില്ലാലും എടുക്കാം. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണണേ ആലിപ്പഴം വീഴണേ. ചെറിയ ചെറുത് ആണ് അല്ലേ. കരണ്ടും പോയാ.